ചിങ്ങമാസത്തിൽ ഏറ്റവും പുണ്യമായി കരുതുന്നത് നാലമ്പല ദർശനമാണ്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി ഇരിങ്ങാലക്കുട കുടൽമാണിക്യവും പായുമ്മലും മൂഴിക്കുളവും തൊഴുത ശേഷം തിരികെ തൃപ്രയാറിൽ തന്നെ എത്തുക. അതാണ് നാലമ്പല ദർശനം. ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചാരാധിച്ചിരുന്നതായ 4 ചതുർബാഹു വിഗ്രഹങ്ങൾ, അത് യഥാക്രമം ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിങ്ങനെയുള്ള ദശരഥപുത്രന്മാരെ ദ്വാരക കടലെടുത്തതോടു കൂടിയിട്ട് കടലിൽ പ്രവേശിക്കുകയും വർഷങ്ങൾക്ക് ശേഷം മുക്കുവന്മാർ കണ്ടെടുത്ത് ഈ പ്രദേശത്തുള്ള ഒരു ബ്ലാഹയിൽ കൈമൾ എന്ന് പറയുന്ന ആ നാടുവാഴിക്ക് കൈമാറുകയും ഈ നദിക്കരയിലെ 4 കരകളിൽ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് സങ്കല്പം. പൂർണ്ണ നദിക്കരയിൽ ഒരേ സമയം സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലാണ് ദർശനം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പുരാതനമായ രാമക്ഷേത്രമായ തൃപ്രയാർ രാമക്ഷേത്രത്തിൽ നിന്നാണ് എല്ലാവരും നാലമ്പല ദർശനം തുടങ്ങുക. കിഴക്ക് നദിയും പടിഞ്ഞാറ് അറബിക്കടലും. തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് മീനൂട്ട്. ഈ കിഴക്ക് വശത്ത് പുഴയോട് ചേർന്നുള്ള കടവിലാണ് മീനൂട്ട് നടക്കാറുള്ളത്. ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭൂരിഭാഗം എല്ലാവരും തന്നെ ഈ മീനൂട്ട് വഴിപാട് കഴിച്ചായിരിക്കും ഇവിടെ നിന്ന് മടങ്ങുക. തൃപ്രയാറിൽ നിന്ന് നേരെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക്. ഇവിടെ ഭരതനാണ് പ്രതിഷ്ഠ. പുലർച്ചെ 3:30 മുതൽ തന്നെ ദർശനം ആരംഭിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് താമരമാല. ഭരതപ്രതിഷ്ഠയാൽ മഹാക്ഷേത്രമെന്നറിയപ്പെടുന്ന ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്രം. അവസാനത്തെ തീർത്ഥാടകനും ദർശനം നടത്തിയതിനു ശേഷം മാത്രമേ ഇവിടെ നടയടയ്ക്കൂ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യത്ത് നിന്ന് നേരെ എത്തുന്നത് ഒരു ജില്ലയും കടന്ന് എറണാകുളം ജില്ലയിലേക്കാണ്. ഇവിടെ മൂഴിക്കുളത്താണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ആ പൂർണ്ണനദിയുടെ കരയിൽ ഹരിതമഹർഷി തപസ്സിരുന്ന് വിഷ്ണു ദർശനം കൊടുത്തു, തിരുവായി മൊഴി ചൊല്ലിക്കൊടുത്തു, അതായത് സൂക്തങ്ങൾ ചൊല്ലിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രീ സൂക്തിനാഥൻ വിഷ്ണു ഇവിടെയുണ്ട്. ആ വിഷ്ണുവിനെ കാണാൻ വേണ്ടി ലക്ഷ്മണൻ പഞ്ചവടിയിലിരിക്കുന്ന സമയത്ത് രാമനോട് നുണ പറഞ്ഞല്ലോ എന്ന സങ്കടം, ആ സങ്കട പരിഹാരമായിട്ട് ഇവിടെ വിഷ്ണു വന്നു എന്ന ദർശനത്തിൽ വിഷ്ണുവിനെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് ഈ കാണുന്ന ശ്രീകോവിലിൻ്റെ മണ്ഡപം, അതായത് അടിസ്ഥാനം ശരിക്കും ലക്ഷ്മണൻ തന്നെയാണ്. നാലമ്പല ദർശനത്തിൽ 4ാമതായി എത്തുന്ന ക്ഷേത്രമാണ് പായുമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. കരിങ്കല്ലുകൊണ്ട് ചതുരാകൃതിയിൽ നിർമ്മിച്ച ശ്രീകോവിലിനകത്താണ് ഇവിടെ പ്രതിഷ്ഠ. ദുരിതവും വറുതിയും നിറഞ്ഞ കാലമെങ്കിലും കർക്കിടകം പുണ്യകരമാക്കാൻ നാലമ്പല ദർശനം ഏറ്റവും യോജിച്ചതെന്നാണ് വിശ്വാസം. രാമായണ പാരായണവും ക്ഷേത്രദർശനവുമൊക്കെ ചിങ്ങമാസത്തിന്റെ സമൃദ്ധിയിലേക്കുള്ള കാൽവെപ്പിനുള്ള കാത്തിരിപ്പ് കൂടിയാണ് നാലമ്പല ദർശനവും രാമായണ മാസാചരണവും. നാല് ക്ഷേത്രങ്ങളിലും തൊഴുത ശേഷം വീണ്ടും തൃപ്രയാറിലെത്തി ശ്രീരാമസ്വാമിയെ വണങ്ങിയ ശേഷമാണ് നാലമ്പല യാത്ര അവസാനിപ്പിക്കുക. രാമായണ മാസാരംഭത്തിലുള്ള ദർശന പുണ്യമായാണ് വിശ്വാസികൾ ഈ യാത്രയെ കാണുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.